Hello friends, welcome to my English classroom. In this class, we are going to discuss about the UN speech made by Malala Yousafzai. Calicut University 4th semester English common paper aya Spectrum, Literature and Contemporary Issues എന്ന പേപ്പറിലെ അവസാനത്തെ മൊഡ്യൂളാണ് The Marginalized and Their Rights. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവരുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും അവരുടെ അവകാശങ്ങളും. ഈ മൊഡ്യൂളിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടാണ് മലാല യൂസഫ്സായിയുടെ UN പ്രസംഗം നമുക്ക് പഠിക്കാനുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിഗംഭീരമായി വിവരിക്കുന്ന ഒരു ഉത്തമ പ്രസംഗമായിരുന്നു മലാല ഐക്യരാഷ്ട്രസഭയിൽ മലാല ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ പ്രസംഗം. ഈ പ്രസംഗത്തിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. UN സ്പീച്ചിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് മലാലയുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിലൊന്ന് തിരിഞ്ഞു നോക്കാം. മലാല യൂസഫ്സായ് 12 ജൂലൈ 1997 1997 ജൂലൈ 12 മലാല ജനിക്കുന്നത്. ദ യങ്ങസ്റ്റ് നോബൽ പ്രൈസ് ലോറേറ്റ്, നമുക്കെല്ലാവർക്കും അറിയാം നോബൽ പ്രൈസ് ബഹുമതിക്ക് അർഹയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. ഈസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുന്ന ഒരു സാമൂഹിക പ്രവർത്തകയാണ് പാകിസ്ഥാൻകാരിയായ മലാല. ഷീ ഈസ് നോൺ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കസി. മനുഷ്യാവകാശ പോരാട്ടങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയ വ്യക്തിയാണ് മലാല. എക്സ്പെഷ്യലി ഇൻ കേസ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ ഹർ നാറ്റീവ് സ്വാത്ത് വാലി, നോർത്ത് വെസ്റ്റ് പാകിസ്ഥാൻ, where the local Taliban had banned girls from attending school. ഇവരുടെ പോരാട്ടങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് സ്വാത്ത് വാലിയാണ്. തൻ്റെ ജന്മനാടായ സ്വാത്ത് തായ്വരയാണ്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് സ്വാത്ത് തായ്വര. ഇവിടുത്തെ തീവ്രവാദ വിഭാഗമായ താലിബാൻ പെൺകുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നത് വിലക്കിയിട്ടുണ്ട്. ഇതിനെതിരെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിൽ പ്രശസ്തി നേടിയതാണ് ആദ്യകാലത്ത് മലാലയുടെ നേട്ടം. ആസ് എ യങ് ഗേൾ, മലാല ഡിഫൈഡ് ദ താലിബാൻ ഇൻ പാകിസ്ഥാൻ ആൻഡ് ഡിമാൻഡഡ് ദാറ്റ് ഗേൾസ് ബി അലൗഡ് ടു റിസീവ് പ്രോപ്പർ എഡ്യൂക്കേഷൻ. വളരെ ചെറുപ്രായത്തിൽ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദ വിഭാഗമായ താലിബാനെ മലാല വെല്ലുവിളിക്കുന്നു. മാത്രമല്ല, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തണമെന്ന് അവൾ വാദിക്കുകയും ചെയ്യുന്നു. ഷീ വാസ് ഷോട്ട് ഇൻ ദ ഹെഡ് ബൈ എ താലിബാൻ ഗൺമാൻ ഇൻ 2012 ആൻഡ് വാസ് ക്രിട്ടിക്കലി ഇഞ്ചുവേർഡ്. 2012 സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മലാലയുടെ തലയ്ക്ക് നേരെ താലിബാൻ തീവ്രവാദി വെടിയുതിർക്കുന്നു. മലാലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റുന്നു. After receiving proper medical care, she gradually came back to her normal life and continued to speak out on the importance of education. മതിയായ ചികിത്സ ലഭിച്ചതിന് ശേഷം പതിയെ പതിയെ മലാല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ഉടൻ തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയും ചെയ്യുന്നു. In 2013, she gave a speech to the United Nations and published her first book, I am Malala, the girl who stood up for education and was shot by the Taliban. 2013 ഈ പ്രശസ്തമായിട്ടുള്ള പ്രസംഗം യുണൈറ്റഡ് നാഷൻസിൽ മലാല നടത്തുന്നത്. ഇതേ വർഷം തന്നെ അവരുടെ ആത്മകഥയും അവർ പുറത്തിറക്കുന്നു. I am Malala, the girl who stood up for education and was shot by the Taliban എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. The same year, she was awarded the Sakharov Prize for Freedom of Thought by the European Parliament. ഇതേ 2013 തന്നെ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ സാഖറോവ് പ്രൈസിനും മലാല അർഹയാവുന്നു. In 2014, she won the Nobel Peace Prize. 2014 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം മലാലയെ തേടിയെത്തുന്നത്. In congratulating Malala, Pakistani Prime Minister Nawaz Sharif said, മലാലയെ അഭിനന്ദിച്ചുകൊണ്ട് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഷീ ഈസ് ദ പ്രൈഡ് ഓഫ് പാകിസ്ഥാൻ. മലാല പാകിസ്ഥാൻ്റെ അഭിമാനമാണ്. ഷി ഹാസ് മെയ്ഡ് ഹർ കൺട്രിമെൻ പ്രൗഡ്. രാജ്യത്തെ ഓരോരുത്തർക്കും അഭിമാനം നൽകുന്ന പ്രവൃത്തിയാണ് മലാല ചെയ്തത്.
Her achievement is unparalleled and unequaled. മലാലയുടെ ഓരോ നേട്ടവും അതുല്യമായതും സാമ്യതയില്ലാത്തതുമാണ്. ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ദ വേൾഡ് ഷുഡ് ടേക്ക് ലീഡ് ഫ്രം ഹർ സ്ട്രഗിൾ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. മലാലയുടെ പോരാട്ട വീര്യത്തിൽ നിന്നും സമർപ്പണ ബോധത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലെ ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും ഈ യുദ്ധം മുന്നോട്ട് നയിക്കേണ്ടതാണ്. In April 2017, she was appointed as the United Nations Messenger of Peace and also received the honorary Canadian citizenship. 2017 ഏപ്രിലാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ മെസ്സഞ്ചർ ഓഫ് പീസ് എന്ന സ്ഥാനം മലാലയ്ക്ക് ലഭിക്കുന്നത്. സമാധാനത്തിൻ്റെ വക്താവായി യുണൈറ്റഡ് നാഷൻസ് മലാലയെ തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, കാനഡ എന്ന രാജ്യം മലാലയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ വിശിഷ്ട പൗരത്വവും നൽകുന്നു. ഷീ സ്റ്റുഡ് ഫോർ എംപവർമെൻറ്റ് വിത്ത് ദ വെപ്പൺ ഓഫ് നോളജ് ആൻഡ് ഷീൽഡിംഗ് വൺ സെൽഫ് വിത്ത് യൂണിറ്റി ആൻഡ് ടുഗദർനെസ്. അറിവെന്ന ആയുധം കൊണ്ട് എല്ലാവരുടെയും ശാക്തീകരണത്തിന് വേണ്ടിയാണ് മലാല നിലകൊണ്ടത്. മാത്രമല്ല, ഒത്തൊരുമ കൊണ്ടും ഐക്യം കൊണ്ടും ഓരോരുത്തരെയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് അവർ ലോകത്തിന് മുൻപിൽ വെച്ചത്. At present, she lives in England pursuing a bachelor's degree from Oxford in politics and economics. ഇപ്പോൾ മലാല ഇംഗ്ലണ്ടിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ പഠനത്തിലാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ ബിരുദം നേടുകയാണ് മലാല ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രസംഗത്തിൻ്റെ സാഹചര്യം ഒന്ന് നോക്കാം. Malala Yousafzai delivered a speech at the United Nations on her 16th birthday in 2013. 2013 തൻ്റെ 16ാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് യുണൈറ്റഡ് നാഷൻസിൽ ഇവർക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് 9 months ആഫ്റ്റർ ബീയിങ് ഷോട്ട് ബൈ ദ താലിബാൻ. താലിബാൻ തീവ്രവാദികളാൽ വെടിയുതിർത്ത് വെറും 9 മാസങ്ങൾക്ക് ശേഷമാണ് ഈ അവസരം മലാലയ്ക്ക് ലഭിക്കുന്നത്. ഷീ ഡിഡ് നോട്ട് ഗീവ് എ സ്പീച്ച് ഫോർ റിവെഞ്ച്. എന്നാൽ ഈ ഒരു പ്രസംഗം പ്രതികാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ മലാല തയ്യാറായില്ല. ഷീ ഫൈൻഡ്സ് ദാറ്റ് ടാക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ആൾ പീപ്പിൾ അറ്റ് ദ ടൈം ഓഫ് ഷൂട്ട്. മലാല പറയുന്നത്, വെടിയുതിർക്കുന്ന സമയത്ത് പോലും ഞാൻ പെൺകുട്ടികളുടെയും മറ്റുള്ളവരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പോരാടിയത്. ഇൻ ദിസ് സ്പീച്ച് മലാല ഹൈലൈറ്റ്സ് ഹർ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ദ വുമൻസ് റൈറ്റ്സ്. ഈ ഒരു പ്രസംഗത്തിനകത്തും മലാല ഊന്നൽ നൽകുന്നത് പെൺകുട്ടികളുടെയും മറ്റുള്ളവരുടെയും വിദ്യാഭ്യാസത്തിനും അവരുടെ അവകാശങ്ങൾക്കുമാണ്. ഏർജിങ് വേൾഡ് ലീഡേഴ്സ് ടു ചേഞ്ച് ദെയർ പോളിസീസ്. ലോക നേതാക്കളോട് നയങ്ങളിൽ മാറ്റം വരുത്തുവാൻ മലാല അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ഷീ ഏർജസ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഇല്ലിറ്ററസി, പോവേർട്ടി ആൻഡ് ടെററിസം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായ ഇല്ലിറ്ററസി, നിരക്ഷരത, പോവേർട്ടി, ദാരിദ്ര്യം, ടെററിസം, തീവ്രവാദം, ഇവയ്ക്കെല്ലാവയ്ക്കുമെതിരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ലോക നേതാക്കളോട് വളരെ വിനീതമായി മലാല അഭ്യർത്ഥിക്കുന്നു. മലാല ദിനത്തോടനുബന്ധിച്ച് മലാല യൂസഫ്സായ് യുണൈറ്റഡ് നാഷൻസിൽ നടത്തിയ ഈ പ്രസിദ്ധമായ പ്രസംഗത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. Malala Yousafzai, in her speech on 12 July 2013, spoke at the United Nations Assembly about the importance of providing free and compulsory education for all. 2013 ജൂലൈ 12 തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് നടത്തിയ ഈ പ്രശസ്തമായ പ്രസംഗത്തിലുടനീളം അവർ പറയുന്നത് എല്ലാവർക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്നതാണ്. Expressing her gratitude to the most beneficent God, she begins her speech by addressing the dignitaries. പരമകാരുണികനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് അവർ അവരുടെ പ്രസംഗം ആരംഭിക്കുകയും തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ഓരോന്നായി അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. യുണൈറ്റഡ് നാഷൻസ് സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ, പ്രസിഡന്റ് ജനറൽ അസംബ്ലി വുക് ജെർമിക്, UN Envoy for Global Education Mr.Gordon Brown, elders and all her sisters and brothers. ഇത്രയും വ്യക്തികളെ അഭിസംബോധന ചെയ്തിട്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. യുണൈറ്റഡ് നാഷൻസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാൻ കി മൂൺ, പ്രസിഡന്റ് ജനറൽ ആയിട്ടുള്ള വുക് ജെർമിക്, UN Envoy for Global Education, ആഗോള വിദ്യാഭ്യാസത്തിന് UN പ്രതിനിധിയായിട്ടുള്ള ഗോർഡൻ ബ്രൗൺ, എൽഡേഴ്സ്, മറ്റുള്ള എല്ലാ മുതിർന്നവരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്
മലാല തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. The initial part of her speech reflects her deep sense of love and compassion for the people who prayed for her fast recovery. തൻ്റെ വളരെ വേഗത്തിലുള്ള രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളോടും തൻ്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടാണ് പ്രസംഗം മലാല ആരംഭിക്കുന്നത്. The children who encouraged her, തന്നെ പ്രോത്സാഹിപ്പിച്ച ഓരോ കുഞ്ഞുങ്ങളോടും. Elders who strengthened her through their prayers, പ്രാർത്ഥനകളിലൂടെ തനിക്ക് ശക്തി നൽകിയ ഓരോ മുതിർന്നവരോടും. Nurses, ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് ഇൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ തനിക്ക് തണലായി നിന്ന ഓരോ നഴ്സുമാരോടും ഡോക്ടർമാരോടും ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫുകളോടും. ആൻഡ് ഫൈനലി ടു ദ UAE ഗവൺമെൻറ് ഹു ഹാസ് ഹെൽപ്ഡ് ഹർ ടു റിക്കവർ ഹർ സ്ട്രെങ്ത്, തൻ്റെ ശക്തി തനിക്ക് തിരിച്ചു നൽകാൻ കാരണക്കാരായ UAE ഗവൺമെൻറ്റിനും എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും കടപ്പാടും മലാല തുടക്കത്തിൽ തന്നെ അറിയിക്കുന്നു. Through her speech, she expresses her wholehearted support to Mr. Ban Ki-moon, the UN Secretary General, and Mr. Gordon, the UN Special Envoy, for their commendable initiation in the field of global education. ആഗോള വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട് വളരെ പ്രശംസനീയമായ തുടക്കം കുറിക്കുന്ന ബാൻ കി മൂണിനും ഗോർഡനും തൻ്റെ ഹൃദയം നിറഞ്ഞ പിന്തുണ മലാല പ്രസംഗത്തിലൂടെ അറിയിക്കുന്നു. Further, she mentions the relevance of Malala Day in her course of speech. തൻ്റെ പ്രസംഗത്തിനിടയിൽ മലാല ദിനത്തിൻ്റെ പ്രത്യേകത എന്ത്, പ്രാധാന്യം എന്ത് എന്നുകൂടെ അവർ പറഞ്ഞു പോകുന്നു. She says, മലാല ഇങ്ങനെ പറയുന്നു: Dear brothers and sisters, എൻ്റെ സഹോദരി സഹോദരന്മാരെ, do remember one thing, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. മലാല ദിനം എന്ന് പറഞ്ഞാൽ എൻ്റെ ദിവസം എന്നല്ല. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവരി വുമൺ. ഇത് ഓരോ സ്ത്രീകളുടെയും ദിനമാണ്. എവറി ബോയ്, ഓരോ ആൺകുട്ടിയുടെയും. എവറി ഗേൾ, ഓരോ പെൺകുട്ടിയുടെയും. ഹൂ ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ ആൺകുട്ടിയുടെയും ഓരോ പെൺകുട്ടിയുടെയും ഓരോ സ്ത്രീയുടെയും ദിനമാണ് മലാല ഡേ, മലാല ദിനം. അതല്ലാതെ അത് മലാലയായ എൻ്റെ ദിവസമല്ല. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും സ്ത്രീയുടെയും ദിനമാണത്. Her focus on the cruelties of the terrorist attack in Taliban, of which she herself is a victim, reaches its zenith when she mentions about the thousands of people who have been killed and injured by the terrorists. തീവ്രവാദികളാൽ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ സംഭവങ്ങൾ പറയുന്ന സമയത്ത് തീവ്രവാദികളുടെ ക്രൂരതയെപ്പറ്റി വാചാലയാവുന്നു മലാല. താൻ തന്നെ അതിനൊരു ഇരയായി മാറിയ കാര്യവും മലാല കൃത്യമായി പറഞ്ഞു തുടങ്ങുന്നു. Malala says that she represents all the boys and girls and wishes to rise up her voice for those who have fought for their rights. മലാല തന്നെ പറയുന്നു, ഷീ റെപ്രസെൻറ്റ്സ് ആൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ ഓരോ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രതിനിധിയാണ്. ആൻഡ് വിഷസ് ടു റേസ് ഹർ വോയിസ് ഫോർ ദോസ് ഹു ഹാവ് ഫോട്ട് ഫോർ ദെയർ റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ശബ്ദമുയർത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും മലാല പറയുന്നു. റൈറ്റ് ടു ലീവ് ഇൻ പീസ്, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും. റൈറ്റ് ടു ബി ഇൻ ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി, മാന്യതയോടെ തങ്ങളെ ലോകം കാണണം, മാന്യതയോടെ ട്രീറ്റ് ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും. റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് റൈറ്റ് ടു ബി എഡ്യൂക്കേറ്റഡ്, അവസര സമത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ. ആൻഡ് റൈറ്റ് ടു ബി എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തുന്നത്. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർക്ക്, സമാധാനത്തിന് വേണ്ടി, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ മാന്യതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവസരങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇങ്ങനെ ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ടിയാണ് താൻ തൻ്റെ ശബ്ദം ഉയർത്തുന്നത് എന്നാണ് മലാല പറയുന്നത്. Pointing out the cruelties of Taliban, she continues her speech and says how Taliban shot her and her friends. താലിബാൻ എന്ന തീവ്രവാദ സംഘടനയുടെ ക്രൂരതകൾ വിവരിച്ചുകൊണ്ട് തന്നെയും തൻ്റെ സുഹൃത്തുക്കളെയും എങ്ങനെയാണ് അവർ വെടിവെച്ചിട്ടത് എന്ന് മലാല വ്യക്തമാക്കുന്നു. By doing so, they thought that their bullets can make her silent.
വെടിവെച്ചപ്പോൾ അവർ ചിന്തിച്ചു കാണും, അവരുടെ ബുള്ളറ്റ് കൊണ്ട് എന്നെ നിശബ്ദമാക്കി കളയാമെന്ന്. ബട്ട് ഹിസ്റ്ററി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് നോ ഗൺ ക്യാൻ സീസ് ദ ക്വഞ്ച് ഫോർ നോളജ്. പക്ഷേ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്, അറിവിനുള്ള ദാഹം ഒരു തോക്കുകൊണ്ടും ഇല്ലാതാക്കാനാവുന്നതല്ല. When the terrorists tried to pacify her from activism with a bullet shot, what actually nullified was her weakness like fear and hopelessness. എന്നാൽ മലാല കൃത്യമായിട്ട് പറയുന്നു, തീവ്രവാദികൾ എന്നെ ആക്ടിവിസത്തിൽ നിന്ന്, എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ശമിപ്പിക്കാൻ, ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെങ്കിലും ഒരു ബുള്ളറ്റ് കൊണ്ട് എല്ലാം ഇല്ലാതാക്കി കളയാം, നിർത്തിക്കളയാം എന്നാണ് വിചാരിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഇല്ലാതായത്, വാട്ട് ആക്ച്വലി നള്ളിഫൈഡ് വാസ്, യഥാർത്ഥത്തിൽ ഇല്ലാതായത് വാസ് മൈ വീക്ക്നെസ്, എൻ്റെ വീക്ക്നെസ്സുകളാണ്. ഫിയർ ആൻഡ് ഹോപ്പ്ലെസ്നെസ്, എൻ്റെ ഭയവും നിരാശയുമാണ് ഇല്ലാതായത്, അല്ലാതെ എൻ്റെ ആക്ടിവിസം അല്ല. ഷീ റിമൈൻഡ്സ് ദാറ്റ് നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. കൃത്യമായി മലാല പറയുന്നു, ഒന്നും മാറിയിട്ടില്ല. ഷീ ഈസ് ദ സെയിം മലാല വിത്ത് സെയിം അംബീഷൻ, ഹോപ്സ് ആൻഡ് ഡ്രീംസ്. ഞാനിപ്പോഴും അതേ മലാല തന്നെയാണ്. അതേ അഭിലാഷങ്ങളാണ് എനിക്കുള്ളത്, അതേ പ്രതീക്ഷകളാണ് എനിക്കുള്ളത്, അതേ സ്വപ്നങ്ങളാണ് എനിക്കുള്ളത്. മലാല റിമാർക്സ് ദാറ്റ് ഷീ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് എനി വൺ ആൻഡ് ഡസൻറ്റ് വാണ്ട് ടു ടേക്ക് റിവെഞ്ച് അഗെയിൻസ്റ്റ് താലിബാൻ. ഞാൻ ആർക്കും എതിരല്ല എന്ന് മലാല കൃത്യമായിട്ട് പറയുന്നു. ആർക്കെതിരെയും പ്രതികാരം വീട്ടാൻ എൻ്റെ ജീവിതം എനിക്ക് മാറ്റിവെക്കാനില്ല. എനി അതർ ടെററിസ്റ്റ് ഗ്രൂപ്പ്, താലിബാൻ എന്നല്ല ഏതൊരു തീവ്രവാദ ഗ്രൂപ്പിനോടും പ്രതികാരം തിരിച്ചു ചെയ്യാൻ ഞാനില്ല. ഷീ സ്പീക്സ് ഫോർ ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എവറി ചൈൽഡ്. പക്ഷേ ഞാനുണ്ട്. എന്തിന്? ഇവിടെ വിദ്യാഭ്യാസം നേടാത്ത ഓരോ കുഞ്ഞിനു വേണ്ടിയും ശബ്ദിക്കാൻ ഞാനുണ്ടാകും. ആൻഡ് സ്ട്രെസ്സസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഓഫ് ആൾ ദ ടെററിസ്റ്റ്, എക്സ്പെഷ്യലി ദ താലിബാൻ. മാത്രമല്ല ഓരോ തീവ്രവാദികളുടെ മക്കൾക്കും, പ്രധാനമായും താലിബാൻ തീവ്രവാദികളുടെ മക്കൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണം. അതിൻ്റെ നിർബന്ധമാണ് ഞാനിവിടെ പറയുന്നത്. ഹെർ സ്പീച്ച് ഫൈൻഡ്സ് ന്യൂ ലൈറ്റ്സ് വെൻ ഷീ സേസ് ദാറ്റ് ഷീ ഡസൻറ്റ് ഈവൻ ഹേറ്റ് ദ താലിബാൻ. താലിബാൻ എന്ന തീവ്രവാദ സംഘടനയോട് യാതൊരു എതിർപ്പുമില്ല, യാതൊരു വിദ്വേഷവുമില്ല എന്ന് പറയുന്നതോടുകൂടി മലാലയുടെ പ്രസംഗത്തിന് പുതിയ മാനം കൈവരുന്നു. ഹൂ ട്രൈ ടു കിൽ ഹർ, തന്നെ കൊല്ലാൻ ശ്രമിച്ച അവരോട് തനിക്കൊരു വെറുപ്പുമില്ല. ആൻഡ് നെവർ വുഡ് ഷീ ടേക്ക് റിവെഞ്ച് അഗെയിൻസ്റ്റ് ദം, അവരോടിനി ഒരു സമയത്ത് പോലും പ്രതികാരം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ദിസ് ഈസ് പോസിബിൾ ഫോർ ഹർ, തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും. ഓൺലി ബിക്കോസ് ഓഫ് ദ കമ്പാഷൻ ദാറ്റ് ഷീ ഹാസ് ലേൺഡ് ഫ്രം മുഹമ്മദ്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ലോർഡ് ബുദ്ധ. തീർച്ചയായിട്ടും എനിക്കതിൽ സംശയമില്ല, തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന ഉറപ്പ് മലാല വ്യക്തമാക്കുന്നു. അതിന് കാരണമുണ്ട്. ഓൺലി ബിക്കോസ് ഓഫ് ദ കമ്പാഷൻ ദാറ്റ് ഷീ ഹാസ് ലേൺഡ്, ഞാൻ പഠിച്ച അനുകമ്പ, സ്നേഹമാണ് അതിന് കാരണം. ഞാനത് പഠിച്ചത് പ്രൊഫറ്റ് മുഹമ്മദിൽ നിന്നാണ്, ജീസസ് ക്രൈസ്റ്റിൽ നിന്നാണ്, ലോർഡ് ബുദ്ധയിൽ നിന്നാണ്. അങ്ങനെ ലോകം ആരാധിക്കുന്ന ഒരുപാട് പേരിൽ നിന്നാണ് ഞാൻ ഈ സ്നേഹവും അനുകമ്പയും കാരുണ്യവും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്കും സാധിക്കും പ്രതികാരമില്ലാതെ സ്നേഹത്തോടെ എല്ലാവരെയും കാണാൻ. Further, she focuses on the importance of the following principles of non-violence practiced by the stalwarts like Martin Luther King, Nelson Mandela, Muhammed Ali Jinnah, Gandhiji, Bacha and Mother Theresa. തുടർന്ന് അങ്ങോട്ട് മലാല തൻ്റെ പ്രസംഗത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് നോൺ വയലൻസ് എന്ന പ്രാക്ടീസിനെ കുറിച്ചാണ്. ലോകമാകമാനം കൃത്യമായി പിന്തുടരേണ്ട, പാലിക്കേണ്ട മഹത്വരമായ ആശയമാണ് അഹിംസ എന്ന് മലാല സംശയമില്ലാതെ പറയുന്നു. ലോകത്തിലെ മഹാന്മാരായിട്ടുള്ള ആളുകൾ മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല, മുഹമ്മദ് അലി ജിന്ന, ഗാന്ധിജി, ബച്ചാ ഖാൻ, മദർ തെരേസ തുടങ്ങിയവരുടെ പാതയിൽ താനും മുന്നോട്ട് എന്ന് മലാല വ്യക്തമാക്കുന്നു. It is the qualities of forgiveness and love that she has learned from her parents and teachers helps her to forgive even those who try to perish her. തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും തനിക്ക് ലഭിച്ച ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കുവാനുമുള്ള മനസ്സ് കാരണമാണ് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരോട് പോലും ക്ഷമിക്കാൻ തനിക്ക് സാധിച്ചത് എന്ന് മലാല വ്യക്തമാക്കുന്നു. Malala continues her speech by emphasizing the power of books and education.
പുസ്തകങ്ങളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് മലാല തൻ്റെ പ്രസംഗം തുടരുന്നു. When the Pakistani people saw the guns, they realized the importance of books and pens. തോക്കുകളെ കണ്ടു തുടങ്ങിയ അന്നു മുതലാണ് പാകിസ്ഥാനി ജനതയ്ക്ക് പുസ്തകങ്ങളുടെയും പെന്നുകളുടെയും പ്രാധാന്യം മനസ്സിലായത്. She points out the famous quote. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ലോകപ്രശസ്തമായിട്ടുള്ള വാചകം മലാല ഉപയോഗിക്കുന്നു. The pen is mightier than sword. വാളിനേക്കാൾ ശക്തിയുള്ളതാണ് പെന്നുകൾ. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് പെന്നുകൾക്ക്. മലാല says the terrorists are afraid of the power of education and the voice of women. വിദ്യാഭ്യാസത്തിനോടും അതുവഴി സ്ത്രീകൾക്ക് ലഭിക്കുന്ന ശബ്ദവും തീവ്രവാദികൾക്ക് ഭയമാണ്. Only because of that fear, they killed many medical students, female teachers and polio workers in Khyber Pukhtoonkhwa. അതുകൊണ്ട് മാത്രമാണ്, ആ ഭയമുള്ളതിനാലാണ് ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികളെയും സ്ത്രീകളായിട്ടുള്ള ടീച്ചർമാരെയും പോളിയോ വർക്കേഴ്സിനെയും തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. The terrorists blasted many schools because of their fear for change and equality that the education is likely to produce in a society. വിദ്യാഭ്യാസം സമൂഹത്തിൽ ഉണ്ടാക്കാനിടയുള്ള വലിയ മാറ്റവും അതുവഴി ഉണ്ടാകുന്ന സമത്വവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് സ്കൂളുകൾ പോലും അവർ തകർത്ത് തരിപ്പണമാക്കുന്നത്. Malala points out that terrorists misuse the name of Islam and Pashtun society for their benefits. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇസ്ലാം എന്ന മതത്തിനെയും പഷ്തൂൺ എന്ന് പറയുന്ന വിഭാഗത്തിനെയും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്. ആൻഡ് പാകിസ്ഥാൻ ഈസ് എ പീസ് ലവിങ് ഡെമോക്രാറ്റിക് കൺട്രി. പാകിസ്ഥാൻ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ജനാധിപത്യ രാജ്യമാണ്. മലാല സെയ്സ് ഇസ്ലാം ഇസ് ദ റിലീജിയൻ ഓഫ് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ബ്രദർഹുഡ്. മലാല വ്യക്തമാക്കി പറയുന്നു, ഇസ്ലാം മതം സമാധാനത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ്. ദേ ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് അവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആ മതം പറയുന്നത് വിദ്യാഭ്യാസം നമ്മുടെ എല്ലാവരുടെയും ചുമതലയും കടമയുമാണെന്നാണ്. While pointing out the challenges faced by the world in providing proper education to the young herds, she lists out a number of issues like child labor, terrorism, early marriage, poverty, ignorance, injustice, racism, and deprivation of basic rights as an obstacle in creating a young, educated world. ഒരു യുവ വിദ്യാസമ്പന്ന ലോകം സൃഷ്ടിക്കാൻ നമ്മൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ് പിന്നീട് മലാല പറയുന്നത്. അങ്ങനെ എല്ലാവരും വിദ്യാഭ്യാസം നേടിയ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടവ ഒരു ലിസ്റ്റായി തന്നെ മലാല തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. ചൈൽഡ് ലേബർ, ബാലവേല, ടെററിസം, തീവ്രവാദം, ഏർലി മാരേജ്, ശൈശവ വിവാഹങ്ങൾ, പോവർട്ടി, ദാരിദ്ര്യം, ഇഗ്നോറൻസ്, അറിവില്ലായ്മകൾ, ഇൻജസ്റ്റിസ്, അനീതികൾ, റേസിസം, വംശീയത, ആൻഡ് ഡിപ്രൈവേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ്, നമ്മൾക്ക് അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥ. ആസ് എൻ ഓബ്സ്ട്രക്കിൾ, ഇതെല്ലാം എന്താണ്? നമുക്ക് മുമ്പിലുള്ള തടസ്സങ്ങളാണ്. ഇൻ ക്രിയേറ്റിംഗ് എ യങ് എഡ്യൂക്കേറ്റഡ് വേൾഡ്, ഒരു യുവ വിദ്യാസമ്പന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്കുള്ള തടസ്സങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. ഇതെല്ലാം മാറ്റിയാൽ മാത്രം ഒരു ഗംഭീര ലോകം നമുക്ക് സ്വപ്നം കാണാം. At the end of the speech, she requests all the world leaders to change their strategic policies to ensure the peace and prosperity of a nation. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ലോക നേതാക്കളോട് ഒരു അഭ്യർത്ഥനയാണ് മലാല മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നയങ്ങളിൽ മാറ്റം വരുത്താൻ മലാല ആവശ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? ടു എൻഷുവർ ദ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സമാധാനവും സമൃദ്ധിയും ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നയങ്ങൾ മാറ്റണം. All the governments must ensure free and compulsory education for all children, and it is the duty of the government to fight against terrorism, violence, and to protect children from all abuses. എല്ലാ ഗവൺമെൻറ്റുകളും ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാവണം ഓരോ ഗവൺമെൻറ്റുകളും നടത്തേണ്ടത്. മാത്രമല്ല, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങളോടും എതിരിടാൻ
പ്രത്യേകിച്ച് തീവ്രവാദത്തിനോടും അതുപോലെ അക്രമങ്ങളോടും അതുപോലെ കുട്ടികളോടുള്ള അധിക്ഷേപങ്ങളും നേരിടാൻ ഒരു ഗവൺമെൻറ് പ്രാപ്തമാവണം. She highlights the significance of inviting the developed nations to support the expansion of educational opportunities for girls in the developing nations. അതിൽ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളെ സഹായിക്കണം എന്നാണ് മലാല ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അത് മുഴുവനായും കരസ്ഥമാക്കിയിട്ടില്ലാത്ത ഡെവലപ്പിംഗ് നാഷൻസിനെ വികസ്വര രാജ്യങ്ങളെ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങൾ സഹായിക്കണം, അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നൽകണം എന്നാണ് മലാല പറയുന്നത്. ഷീ റിമൈൻഡ്സ് we must stop all the prejudices based on caste, creed, religion and gender. ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ലിംഗപരമായിട്ടുള്ള നമ്മുടെ എല്ലാ മുൻവിധികളും നമ്മളോട് നിർത്താൻ മലാല ആവശ്യപ്പെടുന്നു. Being a woman, it is very important to realize their potential. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം. അവരുടെ അന്തർലീനമായ ശക്തി മനസ്സിലാക്കാൻ ഓരോ സ്ത്രീക്കും സാധിക്കണം. എങ്കിൽ മാത്രമേ വിജയിക്കാനാകൂ. മലാല concludes her speech by reminding us the importance of education and peace. വിദ്യാഭ്യാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് മലാല തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. For achieving our goal, we should unite here and be ready to use the most powerful weapon of knowledge. നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ റെഡിയാവണം. മാത്രമല്ല നമ്മൾ ഏറ്റവും ശക്തമായ നമ്മുടെ ആയുധം അറിവ്, നോളജ് കയ്യിലേന്തണം. And we should not forget that our brothers and sisters are waiting for a bright future. പിന്നീട് നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒന്ന്, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ ഒരു മികച്ച സ്വപ്നതുല്യമായ ഒരു ഭാവി മുന്നിൽ കാണുന്നുണ്ട്. അതിന് നമ്മളും പരിശ്രമിക്കണം. So it is our responsibility to fight against illiteracy, poverty and terrorism. നമ്മുടെ ഭാവി ജനതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി ഇറങ്ങണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇല്ലിറ്ററസിക്കെതിരെ, അറിവില്ലായ്മയ്ക്കെതിരെ, വിദ്യാഭ്യാസമില്ലായ്മയ്ക്കെതിരെ, നിരക്ഷരതയ്ക്കെതിരെ, പോവേർട്ടി അതുപോലെ പട്ടിണിക്കെതിരെ, ടെററിസം തീവ്രവാദത്തിനെതിരെ നമ്മൾ പോരാടാനിറങ്ങണം. ഷീ ഇൻസ്പയർസ് അസ് ടു ടേക്ക് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. അതിന് നിങ്ങൾ ഏറ്റവും ശക്തമായ നിങ്ങളുടെ ആയുധങ്ങൾ കയ്യിലേന്തണം. എന്താണ് അത്? തോക്കുകളല്ല, അത് വാളുകളല്ല. എന്താണ്? പെൻ ആൻഡ് ബുക്സ്. പേനയും ബുക്കും എടുക്കൂ, നിങ്ങളുടെ യുദ്ധം ആരംഭിക്കൂ. She again reminds us education is the only solution for changing this world. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ, അനീതികളിൽ നിന്ന് ഈ ലോകത്തെ വികസിതമാക്കാൻ, ഏറ്റവും സ്വപ്നതുല്യമായ ഒരു ലോകമാക്കി മാറ്റാൻ നമ്മുടെ കയ്യിലുള്ളത് വിദ്യാഭ്യാസം എന്ന ഏക വെപ്പൺ മാത്രമാണ്. അത് കയ്യിലെടുക്കൂ, അത് നേടിയെടുക്കൂ. അങ്ങനെ ഒരു സ്വപ്നതുല്യമായ ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മലാല തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മലാല ദിനത്തോടനുബന്ധിച്ച് 2013 ജൂലൈ 12 മലാല യൂസഫ്സായ് യുണൈറ്റഡ് നാഷൻസിൽ നടത്തിയ ഗംഭീരമായ പ്രസംഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മലാല പറഞ്ഞ ഓരോ ശക്തമായ വാക്കുകളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.